നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 8 മുതൽ 14 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. സാമ്പത്തികമായി അനുകൂലമായ സമയമാണിത്. പ്രത്യേകിച്ച് പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കിത് ശുഭകരമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും നിക്ഷേപങ്ങൾ ലാഭകരമാകാനും സാധ്യതയുണ്ട്. എന്നാൽ വൈകാരികമായി വളരെ വെല്ലുവിളി നിറഞ്ഞ സമയമായിരിക്കും. ബന്ധങ്ങളിൽ സ്വാരസ്യങ്ങളും തർക്കങ്ങളും ഉടലെടുക്കുവാനും പ്രിയപ്പെട്ടവരുമായി അകൽച്ച അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഏതെങ്കിലും സ്വത്ത് സംബന്ധമായോ അന്യബന്ധങ്ങൾ മൂലമുള്ള കേസുകളോ പ്രതികൂലമാകുവാൻ സാധ്യത ഉള്ളതിനാൽ കരുതൽ വേണം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ദീർഘകാലമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നവർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായ വഴിത്തിരിവായിരിക്കും. പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും അവിടുത്തെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ തേടിയെത്തും. പുതിയ ജോലിക്കുള്ള ഓഫർ ലഭിക്കുകയും കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യും. എന്നാൽ വാരം അവസാനത്തോടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുടെ വിയോഗം വലിയൊരു നഷ്ടമായി അനുഭവപ്പെടും. ഇത് വൈകാരികമായി തളർത്തുകയും ദുഃഖത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. കുടുംബ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വാരം തുടക്കത്തിൽ സഞ്ചാരക്ലേശങ്ങളും ദുരിതവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ യാത്രകൾ അപ്രതീക്ഷിത തടസ്സങ്ങളും അസൗകര്യങ്ങളും നിറഞ്ഞതായിരിക്കും. ജോലിയിൽ കാലതാമസം വരുത്തുകയും സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഉദരവാത രോഗമുള്ളവർ കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മൂർച്ഛിക്കാൻ ഇടയാകും. എന്നാൽ വാരം മധ്യത്തോടുകൂടി കുടുംബസുഖം, തൊഴിൽ വിജയം, രോഗശാന്തി, ശത്രുഹാനി എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഈ ആഴ്ച വളരെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായും മക്കളുമായും ഉള്ള ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങളും കലഹങ്ങളും ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. ഇത് വളരെയധികം മനോവിഷമത്തിനും ദുരിതത്തിനും കാരണമായേക്കാം. ജീവിത പങ്കാളിക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഗുരുതരമായ അസുഖമോ മരണസമാനമായ അവസ്ഥയോ തന്നെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നേത്രരോഗങ്ങൾ, അപ്രതീക്ഷിതമായ അപകടങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകൾക്കൊപ്പം മാനസികമായ സമ്മർദ്ദവും വർദ്ധിക്കാം. വാരം അവസാനം രോഗശാന്തി, മനസ്സന്തോഷം എന്നിവ ലഭിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ രോഗങ്ങളാലും മറ്റ് ദുരിതങ്ങളാലും വരഞ്ഞിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ കുറയുകയും ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് അനുഭവപ്പെടുകയും ചെയ്യും. ഈ സമയത്ത് സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളുമായി അടുത്തിടപഴകാനും അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും അവസരം ലഭിക്കും. എന്നാൽ വാരത്തിന്റെ മധ്യത്തോടെ സാഹചര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങും. ദുസ്വപ്നങ്ങൾ, ഉറക്കക്കുറവ്, അന്യദേശവാസം എന്നിവ മൂലം മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. വാതരോഗം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഈ സമയത്ത് വഷളായേക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, പഠനത്തിൽ മടി, മാനസിക സമ്മർദ്ദം എന്നിവ അനുഭവപ്പെടാം. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകാം. ഇത് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. തൊഴിൽ രംഗത്തും ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. ജോലിഭാരം വർദ്ധിക്കുകയോ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാം. സാമ്പത്തികമായും ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും വാരം മധ്യത്തോടെ വീണ്ടും സാഹചര്യങ്ങൾ അനുകൂലമാകാൻ തുടങ്ങും. ശത്രുക്കളിൽ നിന്നും എതിരാളികളിൽ നിന്നും വിജയം കൈവരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സ്വന്തം കഴിവുകളും അനുഭവങ്ങളും കൂടുതൽ ശക്തമായി പ്രകടിപ്പിക്കുവാനും തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും ഈ ആഴ്ച അവസരമൊരുക്കും. സർക്കാർ ജോലി ലക്ഷ്യമിട്ട് പരിശ്രമിക്കുന്നവർക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കും. ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ സ്ഥലമാറ്റമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. പങ്കാളിയുമായി കൂടുതൽ അടുക്കാനും അവരുടെ സ്നേഹവും പിന്തുണയും ആസ്വദിക്കാനും സാധിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും മനസ്സിന് സന്തോഷം പകരുകയും ചെയ്യും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ ആഴ്ചയുടെ തുടക്കം വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം. നിയമപരമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് വ്യവഹാരങ്ങളിൽ പ്രതികൂല ഫലങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. തലവേദന, ഉറക്കക്കുറവ്, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ജോലിസ്ഥലത്ത് അന്വേഷണങ്ങൾ, അച്ചടക്ക നടപടികൾ അല്ലെങ്കിൽ സ്ഥാനചലനം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആഴ്ചയുടെ മധ്യത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും. മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ കുറയുകയും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. വിവാഹം പോലുള്ള ശുഭകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം.
കുടുംബത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും സാക്ഷ്യം വഹിക്കാനും ഭാഗ്യമുണ്ടാകും. വർഷങ്ങളായി പിണങ്ങി നിന്നിരുന്ന ബന്ധുക്കളുമായി അനുരഞ്ജനത്തിലെത്താനും അവരോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കുചേരാനും കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി പങ്കാളിയുമായി കൂടുതൽ അടുപ്പവും സ്നേഹവും വളരും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളർച്ച പ്രാപിക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ ശാരീരിക ക്ഷീണം അനുഭവപ്പെടാനും ആരോഗ്യം അല്പം ക്ഷയിക്കാനും സാധ്യതയുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വളരെ കാലമായി കാണാതിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി വീണ്ടും കൂടിച്ചേരാനും അവരിൽ നിന്ന് അപ്രതീക്ഷിതമായ സഹായങ്ങളും പിന്തുണയും ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഒരു പഴയ സുഹൃത്ത് പുതിയൊരു ബിസിനസ്സിലേക്കോ സംരംഭത്തിലേക്കോ ക്ഷണിച്ചേക്കാം. അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു പ്രശ്നത്തിൽ വിലപ്പെട്ട ഉപദേശം നൽകിയേക്കാം. ഈ കൂടിച്ചേരൽ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് അറുതി വരികയും പുതിയ ചികിത്സാ രീതികൾ പരീക്ഷിക്കാനും അതിൽ വിജയിക്കാനും സാധിക്കും. ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും വളരും. എന്നിരുന്നാലും വാരത്തിന്റെ അവസാനം സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിന്റെയും വിലയെക്കുറിച്ച് തിരിച്ചറിയാനുള്ള അവസരങ്ങൾ തേടിയെത്തും. പഴയൊരു സുഹൃത്തിന്റെ അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ചയോ പ്രൊജക്ടിലെ പരാജയമോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ അസുഖമോ ആയിരിക്കാം ഈ തിരിച്ചറിവ് നൽകുന്നത്. ആമാശയ സംബന്ധമായ അസ്വസ്ഥതകൾ അലട്ടുന്നുണ്ടെങ്കിൽ അവ നിസ്സാരമായി കാണരുത്. ആഴ്ചയുടെ തുടക്കത്തിൽ സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അസ്വസ്ഥതകൾക്കും ക്രോധത്തിനും കാരണമായേക്കാം. എന്നാൽ വാരത്തിന്റെ മധ്യത്തോടെ വളരെ കാലമായി കാണാതിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും തിരികെ ലഭിക്കുന്നത് സമയമാണിത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ ആഴ്ച സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം അശ്രദ്ധ കാണിച്ചാൽ പോലും വലിയ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നതിനോ കടം കൊടുക്കുന്നതിനോ മുൻപ് രണ്ടുവട്ടം ആലോചിക്കുക. ഏതെങ്കിലും പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുന്നതിന് മുൻപ് അവയുടെ ഉള്ളടക്കം വ്യക്തമായി മനസ്സിലാക്കുക. ആരോഗ്യകാര്യങ്ങളിലും അശ്രദ്ധ കാണിക്കരുത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാനത്തോടെ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.